പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെ ഞാൻ ചുരുക്കി പറയാം. ഈ 20 വർഷത്തെ ശിക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പറയാം. മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളൊന്ന് പറയാം. കൊച്ചി നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ്. പ്രോസിക്യൂഷന്റെയും പ്രതികളുടെയും വാദം കേട്ട ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി അണി എം വർഗീസ് ശിക്ഷ വിധിച്ചത്. പൾസർ സുനിയെ കൂടാതെ മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സെലിൻ, വടിവാൾ സെലിൻ, പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് കേരള പൊതുസമൂഹത്തിന്റെ ആഗ്രഹമാണെന്ന് കോൺഗ്രസ് MLA PC വിഷ്ണു. കൂടുതൽ ശിക്ഷ ലഭിക്കണമായിരുന്നു. നീചമായ പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. പ്രമാദമായ കേസിൽ ശിക്ഷയിൽ കുറവുണ്ടോ എന്ന് പരിശോധിച്ചു തുടർ നടപടി സ്വീകരിക്കും. സർക്കാർ അതിജീവനക്കൊപ്പം അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. എന്തുകൊണ്ട് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്ന് പരിശോധിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IFFK ഉദ്ഘാടന വേദിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. IPC 376D പ്രകാരം മിനിമം ശിക്ഷ മാത്രമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. കൂട്ടബലാത്സംഗത്തിന് മിനിമം ശിക്ഷ മാത്രമാണ് അജകുമാർ. ഗൂഢാലോചനയ്ക്ക് 1 വർഷം വീതം പിഴയും കോടതി വിധിച്ചു. IPC 376D പ്രകാരം കൂട്ടബലാത്സംഗത്തിന് പരമാവധി ശിക്ഷയായ 20 വർഷം തടവാണ് എല്ലാ പ്രതികൾക്കും ലഭിച്ചിരിക്കുന്നത്. വിചാരണകാലത്തെ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയായിരിക്കും. 6 പ്രതികളെയും വിയ്യൂർ ജയിലിലേക്ക് മാറ്റും. എല്ലാ പ്രതികളും 1.5 ലക്ഷം രൂപ പിഴയടക്കണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളായ 6 പേരുടെ ശിക്ഷ പ്രസ്താവിച്ച് കോടതി. 1-ാം പ്രതി പൾസർ സുനിക്ക് ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് 11:30 കേസിന്റെ വാദം തുടങ്ങിയത്. കൂട്ടബലാത്സംഗം അടക്കം തെളിയിക്കപ്പെട്ടിട്ടുള്ള കേസിൽ ശിക്ഷാവിധിയിന്മേലുള്ള വാദമാണ് ഇന്ന് നടന്നത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സെലിൻ, പ്രദീപ് എന്നീ 6 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശിക്ഷയിൽ ഇളവ് നൽകണം എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷത്തിന്റെ വാദം കേട്ട ശേഷം 3:30 കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞത്. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി. എല്ലാ പ്രതികളിൽ നിന്നും 50,000 രൂപ വീതം പിഴ ഈടാക്കും. കൂടാതെ 5 ലക്ഷം രൂപ ഇരക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു. കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം. ഇവരുടെ സ്വകാര്യതയെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ ഇവ സൂക്ഷിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ 8-ാം പ്രതി നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെയും കോടതിയിൽ വെറുതെ വിട്ടിരുന്നു. ദിലീപിനെതിരെയുള്ള ക്രിമിനൽ ഗൂഢാലോചനക്ക് കുറ്റം തെളിഞ്ഞ് നശിപ്പിച്ച കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിട്ടയക്കപ്പെട്ടെങ്കിലും 9-ാം പ്രതി സനിൽ കുമാർ പോസ്കോ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ തുടരും. എന്താണ് പറയാനുള്ളതെന്ന് ജഡ്ജി പ്രതികളോട് ചോദിച്ചപ്പോൾ ശിക്ഷ കാലയളവ് കുറയ്ക്കണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം. തന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ എന്നും താനാണ് കുടുംബം നോക്കുന്നതെന്നും 2-ാം പ്രതി മാർട്ടിൻ പറഞ്ഞു. കോടതിയിൽ മാർട്ടിൻ പൊട്ടി കരഞ്ഞു എന്നാണ് വിവരണം. തങ്ങൾ നിരപരാധിയാണെന്ന് മാർട്ടിനും 3-ാം പ്രതിയായ ബി മണികണ്ഠനും പറഞ്ഞു. തനിക്ക് ചെറിയ കുട്ടികളുണ്ടെന്നും മണികണ്ഠൻ പറഞ്ഞു. പ്രതികൾക്ക് ജീവപര്യന്തം നൽകണമെന്നും ഇളവുകൾ നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 1-ാം പ്രതിയായ പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ചത്. മറ്റുള്ളവർ ഗൂഢാലോചനയിൽ പങ്കാളികളായി. 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി നടൻ ദിലീപ്, 9-ാം പ്രതി സനിൽ കുമാർ, 10-ാം പ്രതി ശരത് ജി നായർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 10 പ്രതികളാണ് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസിലുണ്ടായത്. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ വിധി വരുന്നത് സംഭവം നടന്നത് 8 വർഷത്തിന് ശേഷമാണ്. 2017 ഫെബ്രുവരി 17 കേസിനാസ്പദമായ സംഭവം. ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു നടി. ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യം പകർത്തി എന്നാണ് കേസ്. ഇതോടുകൂടെ ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.